ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്കിന്നൊരു 4 മണി കാപ്പിക്ക് നമുക്ക് നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ചക്കപ്പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചക്കപ്പഴം ഉള്ളത് ഞാനെടുത്ത് അരച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കൂഴച്ചക്കപ്പഴമാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു കുമ്പിളപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിക്കായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ 4 മണിക്കാണ്. പുറത്ത് നല്ല ഇടിയും മഴയൊക്കെയാണ്. അപ്പോൾ ചായക്കൊരു കടിയായിക്കോട്ടെ നോക്കുകൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിക്ക് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ ചക്കപ്പഴം നമ്മുടെ കൂഴച്ചക്കപ്പഴം അരിച്ച് ഞാൻ എടുത്തതുണ്ട്, വെച്ചിരിക്കുന്നതാണ്. വേവിച്ചൊന്നുമില്ല, സാധാരണ നമ്മൾ പച്ചയ്ക്ക് തന്നെ മിക്സിക്കകത്ത് അരച്ച് അതിൻ്റെ ആ നാരൊന്ന് അരച്ച് ചുമ്മാ കറക്കുക, നാരൊന്നും മാറ്റിൽ അരച്ചിട്ട് വെച്ചേക്കണം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാനിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ അത് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ചക്കപ്പഴമാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും. അവിടെ ഞാനിതൊന്ന് അരച്ച് വെച്ചിരുന്നത് കൊണ്ട് 2-3 ദിവസം ആയില്ല, ഒന്ന് വെച്ചിട്ട് നോക്കുകൊണ്ടാണ് ഒന്ന് വേവിച്ചെടുത്തേക്കാൻ നോക്കുന്നത്, വറ്റിയെടുത്തേക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്നേരം തന്നെ അങ്ങോട്ട് എടുത്ത് നമ്മൾ അന്നേരം തന്നെ അങ്ങോട്ട് പൊടി ഇട്ടിളക്കി മിക്സിക്കകത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 1/4 കിലോ ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മധുരമുള്ള ചക്കപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് 1/4 കിലോ ശർക്കര ചേർത്ത്. ഇതിൽ മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ ചക്കപ്പഴവും ഈ ശർക്കരയും കൂടെ നന്നായിട്ട് ഇതിനകത്തൊന്ന് തിളച്ച് ഒന്ന് പറ്റി വരട്ടെ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 10-15 എണ്ണത്തിനുള്ള ഇലയേ ഉള്ളൂ. ഇലയെല്ലാം കിട്ടിയതല്ല, ഈ സൈസ് ഇതുണ്ട്, വലിയ ഇലയാണ്. ഇത്ര വലിയ ഇലയ്ക്കകത്തൊക്കെ പിന്നെ ചെറിയ ഇല ആകെ കുഞ്ഞിങ്ങനെയുള്ള ഇലയാണ് കിട്ടിയേക്കുന്നത്. അപ്പം മഴയൊക്കെ ആയിട്ട് പറിക്കാൻ പോകാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം കൂടെ ഇതിനകത്ത് കിടന്ന് ആ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ തേങ്ങായും ഇതെല്ലാം കൂടെ ഒന്ന് വേഗട്ടെ. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇതിൻ്റെ വരട്ടുന്ന അത്രയൊന്നും വേണ്ട, നമ്മളല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ചക്കപ്പഴവും ആ ശർക്കരപ്പാനി എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ട് നല്ലപോലെ ഒന്ന് വെന്താൽ മതിയേ. ഭയങ്കരമായിട്ട് പുറത്ത് ഇടിയൊക്കെ മഴങ്ങും. ഇതങ്ങനെ നല്ലപോലെ ഒന്ന് വെന്ത് അങ്ങ് വന്നാൽ മതി. വെന്തെന്ന് നല്ല വരട്ടിയെടുത്താൽ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ ഞാൻ വരിക്കച്ചക്കപ്പഴം ഞാനിങ്ങനെ വരട്ടി വെച്ചത് എനിക്ക് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം അത് വെച്ച് ചക്കപ്പഴവും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചക്കപ്പഴവും പാസ്തയും കൊണ്ട് വരട്ടിയ ചക്കപ്പഴവും പാസ്തയും കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ചക്കപ്പഴവും ശർക്കരയും കൂടെ ഈ നല്ലപോലെ അങ്ങ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഞാൻ റവയാണ് ഇടുന്നതിനകത്തേക്ക്. അപ്പോൾ നമുക്ക് ആ റവ ഇടുമ്പോൾ ആ റവയ്ക്കും ഇതിനെല്ലാത്തിനും കൂടെ മധുരത്തിനും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുമ്പിളപ്പത്തിനകത്തേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്, ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഏലക്കായും ജീരകവും ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കാൻ. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു പെട്ടെന്ന് എണ്ണത്തിനകത്ത് തിരിച്ച് ചേർക്കണമെങ്കിൽ അന്നേരം പൊടിക്കാൻ പോകണം. ഞാനൊരു ഈ സ്പൂൺ ഒരു 2.5 സ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത്, പഞ്ചസാരയും കൂടെ കൂട്ടി ഞാൻ പൊടിച്ച് വെച്ചേക്കും എപ്പോഴും. എന്തെങ്കിലും ഇച്ചിരി കൊഴുക്കട്ട ഉണ്ടാക്കണേലോ അട ഉണ്ടാക്കണേലോ ഒക്കെ അന്നേരം ഇച്ചിരി ചേർക്കാമല്ലോ. പിന്നെ ഓടി പോകണ്ടല്ലോ പൊടിക്കാനായിട്ട്. അതുകൊണ്ട് ചക്കപ്പഴം ഇങ്ങനെ നമ്മളിതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇതിങ്ങനെ കുളുകുളാന്ന് പൊട്ടുമ്പോൾ നമ്മുടെ മേത്തോട്ട് ഇത് തെറിക്കും. ഈ ചക്കപ്പഴം മേത്തോട്ട് തെറിക്കും, പൊട്ടി ശർക്കരയും കൂടെ അല്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് പൊട്ടിത്തെറിക്കും ഇങ്ങനെ മേത്തോട്ട്. ഇച്ചിരി മാറി നിന്നിട്ട് വേണം, നീര് മൊത്തം ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് മതി. ഇതുകൊണ്ട് ഇത്ര ഇതുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പഴവും ശർക്കര എല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ.
ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന റവയാണ്. അപ്പം ഞാൻ ഈ കേക്ക് ഇതിൻ്റെയാണ് ഇത് മറ്റേ റോസ്റ്റഡ് റവയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വറുത്ത റവയാണെങ്കിൽ വറുക്കാത്ത റവയാണെങ്കിൽ നമ്മൾ വറുത്തങ്ങ് ചേർക്കണം. ഞാൻ ഈ കപ്പിന് ഒരു 1.5 കപ്പ് റവ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി. റവ ആയതുകൊണ്ട് നമുക്ക് കുതിർന്ന് വരുമ്പോഴത്തേക്ക് അത് വെള്ളം തീരെ അങ്ങ് ഡ്രൈ ആയിട്ടുള്ള വാകരുത്. കുമ്പിളുണ്ടാകും ഇച്ചിരി ലൂസായിട്ട് വേണം നമുക്ക്. അപ്പോൾ അത് റവ ആകുമ്പോൾ നമുക്ക് ആ റവ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെച്ചാൽ മതി. അന്നേരത്തേക്ക് ആ റവ കുതിർന്ന് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ വെക്കണ്ട. ഇതിപ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി പാടായിട്ട് ഇച്ചിരി മെനക്കെട്ട പണിയാണിത്. പക്ഷെ നമുക്കല്ലാതെ നമ്മൾ ചക്കപ്പഴം എടുത്ത് അന്നേരം തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചക്കപ്പഴം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് ഇളക്കിയാൽ മതി. എന്നാൽ ഇത്രയൊന്നും പണിയില്ല, ഇത്രയും പാടുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു രുചിയാണ്, ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഉപ്പും എല്ലാം നമ്മൾ ചേർക്കും. ഇതുണ്ടോ നല്ലപോലെ നമ്മുടെ റവ ഇളക്കി. ഇനി നമുക്ക് ഈ റവ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. നമ്മൾ ആ ചൂടിനകത്തോട്ട് തന്നെയാണ് നമ്മുടെ റവ ചേർത്ത്. ഇപ്പോൾ ഇതിനകത്ത് റവ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആട്ടപ്പൊടി ആണെങ്കിലും ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ റവ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കുമ്പിളിച്ചൂടെ ടേസ്റ്റായിട്ട് വരുന്നത്. മധുരം, തേങ്ങ, ഏലക്ക, ജീരകം എല്ലാം കറക്റ്റാണ്. ആ ഉപ്പും മധുരത്തിന് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഉപ്പുമുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇഡ്ഡലി പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുമ്പിളുണ്ടാക്കാനായിട്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ ഈ വലിയ ഇല എന്നാ ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര വലിയ ഇലയായിട്ട്. അപ്പം നമുക്ക് ചെറിയ ചെറിയ ഇലയുള്ളതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനത് തൂത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ മഴ ആയതുകൊണ്ട് പറിക്കാനും പോകാനായിട്ടും പറ്റിയല്ല. അതുതന്നെ നമ്മുടെ ഇത് നല്ലപോലെ തണുക്കുകയും ചെയ്തു. നമുക്ക് കൈകൊണ്ട് വാരി നമുക്കിങ്ങനെ വെക്കാനായിട്ട്. അതിങ്ങനെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാവേ. ഒന്ന് കഴുകിയിട്ട് ഈ ഇല നന്നായിട്ടും തൂത്തെടുത്താൽ മതി. അപ്പോൾ വല്ല ചുക്കിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് വേറെ അങ്ങനെയുള്ള അഴുക്കൊന്നുമില്ല. പിന്നെ മൺപൊക്കത്തിലല്ലേ നിൽക്കുന്നത്. അല്ല ചുക്കിരി ഇങ്ങനെ കയറി എന്തെങ്കിലും ചുക്കിരി വലയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് തൂത്ത് നല്ലപോലെ കഴുകിയിട്ട് ഞാൻ പിന്നെ നന്നായിട്ട് തൂത്തെടുത്ത് വെച്ചു. കറക്റ്റായിട്ടുള്ള ഇല ഇരിപ്പി ഉണക്കും ഇതൊക്കെ ആയിട്ട് എല്ലാം ഒരേ രീതിക്കുള്ള ഇല കിട്ടാനുമില്ല. ഒന്നെങ്കിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. നമ്മൾ ഈ കുമ്പിളുണ്ടാക്കുമ്പോൾ ഒരു ശകലം തീരെ അങ്ങ് കട്ടിയായിട്ട് പോകണം. ഒരു ശകലം ലൂസായിട്ട് വേണം നമ്മൾ കുമ്പിളുണ്ടാക്കാനായിട്ട്. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി. നമ്മുടെ കുമ്പിളെല്ലാം നമ്മൾ സ്റ്റീം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കാതെ. അങ്ങനെ നമ്മുടെ ചക്കയപ്പം കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി തണുക്കാനായിട്ടൊന്ന് എടുത്ത് വെക്കാവേ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കാം. ഇത് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ കഴിക്കണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റുള്ളൂ. അത് നമുക്കിന്ന് വാങ്ങി വെക്കാം, തണുക്കട്ടെ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കുമ്പിള് ഇതേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പോവാം നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ പൂച്ച വിഴുങ്ങാന്ന് പറയും, കുമ്പിളപ്പം എന്ന് പറയും, ചക്കയുടെ പറയും. എന്തുവാണെങ്കിലും അവനവൻ്റെ നാട്ടിൽ ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചു. എന്നാണ് സംഭവം ഇതൊക്കെ തന്നെയാണ്. നല്ല ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നോക്കി. ചൂടാണ്, ചൂട് പോയിട്ടൊന്നുമില്ല. നല്ല എന്താ പറയുക, നല്ല റവയ്ക്കകത്ത് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കി ചിലർക്കൊക്കെ നെഞ്ചരിയും. അപ്പോൾ ഈ റവയ്ക്കകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. പിഞ്ചു ബാ. മഴയും പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയും കുമ്പിളപ്പവും ചായയും ഒക്കെ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്നൊരു ഒരു ഓർമ്മയാണ് അന്നത്തെ കാലത്തെ. കുടിച്ചൊക്കെ ഒരു നാരോ ഒന്നും ഇടുന്നുണ്ടോ. നല്ല
തണുക്കണം. ഇന്നിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.